ഹലോ, നോക്കണ്ട, അശരീരിയാണ്. കേരളത്തിലൊരു കുംഭമേള നടന്നു, നിങ്ങൾ അറിഞ്ഞ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് വൻ വിജയമായിട്ട് നടന്നൊരു ഉത്സവമല്ലേ അത്. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ഔപചാരികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തത്വമേ ന്യൂസിനെ അറിയാമല്ലോ ശരിക്ക്. തത്വമേ ന്യൂസിൽ നിന്ന് ക്രിയാത്മകമായിട്ടുള്ളൊരു പങ്കാളിത്തം കുംഭമേളയ്ക്ക് ഉണ്ടായിരുന്നു. തത്വമേ ന്യൂസിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, മലയാളികളുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ളൊരു പങ്കാളിത്തം കുംഭമേളയ്ക്ക് ഉണ്ടായിരുന്നു. അത് നിളാരതി തുടങ്ങിയ കർമ്മങ്ങൾക്കാകട്ടെ, മറ്റ് ആഘോഷങ്ങൾക്കാകട്ടെ, അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾക്കാകട്ടെ, വളരെ ഗംഭീരമായിട്ടുള്ളൊരു പങ്കാളിത്തം തന്നെ കേരളക്കരയുടെ ഭാഗത്തു നിന്ന്, മലയാളികളുടെ ഭാഗത്തു നിന്ന് മഹാമാഘം, അതായത് കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഉത്സവത്തിനുണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഈ മഹാമാഘം 200 വർഷങ്ങൾക്ക് മുമ്പ് അവസാനം നടന്ന നിളയുടെ തീരത്ത് നടന്ന ഒരു ഉത്സവമാണ്. അതിൻ്റെ ഒരു പുനർജീവനമാണ് കേരള കുംഭമേളയിലൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കേരളത്തിന് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പൈതൃകത്തിനെ വീണ്ടെടുക്കുകയാണ്. ഹൈന്ദവരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ മുഴുവൻ. കേരളത്തിൻ്റെ പൈതൃകമെന്നല്ല, ഭാരതത്തിൻ്റെ പൈതൃകമെന്ന് പറയുന്നത് തന്നെ ഹൈന്ദവരുടെ ഒരു പൈതൃകമാണ്. അതിന് സംശയമൊന്നും വേണ്ട. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ, അങ്ങനെ വസ്തുതകൾ അങ്ങനെ നിലനിൽക്കെ, ഇതിൻ്റെ കേരളത്തിൻ്റെ ഒരു പൈതൃകത്തെ വീണ്ടെടുക്കുന്ന ഒരു ഉത്സവമായിട്ട് തന്നെയാണ് മഹാമാഘം ഞാൻ നോക്കിക്കാണുന്നത്. ഇതാണ് അഭിപ്രായം. നിങ്ങൾക്ക് അഭിപ്രായം അങ്ങനെ ആയിരിക്കും, പക്ഷേ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ അങ്ങനെയൊന്നും അല്ലല്ലോ പറയണത്. അത് സത്യമാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര അഭിപ്രായമാണ്. നമ്മുടെ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അഭിപ്രായങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. അവർ ഇത്തരത്തിലുള്ളൊരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ വീണ്ടെടുക്കുന്ന ഒരു ഉത്സവമായിരുന്നു മഹാമാഘം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ളത്. ഇത്തരത്തിലുള്ളൊരു പൈതൃകത്തെ വീണ്ടെടുക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും, അത് ഇന്നതെന്നില്ല, അതും ഹൈന്ദവൻ്റെ പൈതൃകം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പൈതൃകം തന്നെയാണ്, ഭാരതത്തിൻ്റെ പൈതൃകം തന്നെയാണ്. അതിനപ്പുറത്തേക്കൊരു പൈതൃകം കേരളത്തിനുമില്ല, ഭാരതത്തിനുമില്ല. ഈ ഒരു പൈതൃകത്തെയും സംസ്കാരത്തെയും പല രീതിയിൽ കുഴിച്ചു മൂടുവാനും മറച്ചു പിടിക്കുവാനും ശ്രമിച്ചിട്ടുള്ള ഒരു തലമുറയുടെ പിൻതലമുറക്കാരും പിൻഗാമികളും അനന്തരാവകാശികളുമാണ് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ. പ്രത്യേകിച്ച് ചരിത്രകാരന്മാരുടെ രൂപത്തിൽ റൊമീല താപ്പർ ആയാലും ഇർഫാൻ ഹബീബ് ആയാലും ഭാരതത്തിലുടനീളം ഇവരുടെ ഒരു പ്രതിനിധികളുണ്ട് എന്നുള്ളത് സത്യമാണ്. നമുക്ക് ചോദ്യം കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് ആയതുകൊണ്ട് കേരളത്തിലേക്ക് വരാം. ഇവരുടെ ഈ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പൈതൃകത്തിൻ്റെ വീണ്ടെടുക്കലുകൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. അതിൻ്റെ തുടക്കമായി കേരളത്തിൽ ഈ മഹാമാഘം എത്തിച്ചേർന്നതിനെ അവർ അസഹിഷ്ണുതയോടെ നോക്കിക്കാണുന്നതിൽ ഒരു അത്ഭുതവും വേണ്ട. കാരണം അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ തന്നെ എന്താ പറയുക, അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തിനെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഈ പൈതൃകത്തെ വീണ്ടെടുക്കൽ. അത് ഏത് രീതിയിൽ നടന്നാലും. അതുകൊണ്ട് തന്നെയാണ് ഇത് RSSൻ്റെ കടന്നുകയറ്റമാണ്, സംഘപരിവാർ അജണ്ടയാണ്. എന്തിനാ നിസ്സാരമായിട്ട് മഹാമാഘത്തെ വിടൂ, നന്ദഗോവിന്ദം ഭജൻസ്, ഭക്തി ഭജനകൾ പാടുന്ന ഒരു സംഘത്തിന് നേരെ അവർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ആക്രമണങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവരുടെ ഈ ഒരു പൈതൃകങ്ങൾക്ക് നേരെ, നമ്മുടെ ഒരു സംസ്കാരത്തിന് നേരെ, അതിനെ ഒന്ന് പുനർജീവിപ്പിക്കുവാൻ ആരെങ്കിലും നടത്തുന്ന ശ്രമങ്ങൾക്ക് നേരെയുള്ള അസഹിഷ്ണുത ബോധ്യമാകുവാൻ. ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്വന്തം അവരുടെ കൂടി പൈതൃകമാണിത്. ഇത്തരത്തിലുള്ള ഒരു പൈതൃകത്തിന് നേരെയുള്ള ഒരു പുച്ഛവും അവജ്ഞയും അമർഷവും എല്ലാം അവർ പ്രകടിപ്പിക്കുമ്പോഴും പുറം രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വൈദേശികരായ ആക്രമണകാരികളും അധിനിവേശകരും കൊണ്ടുവന്നിട്ടുള്ള സംസ്കാരങ്ങളെയും പൈതൃകത്തെയും, അതും ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇവിടേക്ക് കടന്നു കയറിയ പൈതൃകങ്ങളെ, അതും എങ്ങനെയുള്ള പൈതൃകങ്ങൾ, വളരെ കിരാതമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ചില ആചാരങ്ങൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. ഉദാഹരണത്തിന് 6-ാം നൂറ്റാണ്ടിലെ ആചാരങ്ങൾ തന്നെ ഇപ്പോഴും കൊണ്ട് നടക്കണമെന്ന രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ പൈതൃകത്തെ ഇവർ വളരെ മഹത്തരമായിട്ടുള്ള പൈതൃകമായിട്ട് ഉയർത്തിക്കാട്ടും. അതേസമയം തന്നെ അവരുടെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ഇത്തരം മഹാമാഘം പോലുള്ള ഉത്സവങ്ങളെ, ആ പൈതൃകങ്ങളെ അവർ പുച്ഛത്തോടെ കാണുകയും അതിനെ കുഴിച്ചു മൂടി ഭാരതീയരുടെയും, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് കേരളീയരുടെയും ഉള്ളിലൊരു അപഹർഷതാബോധം സ്ഥിരമായി നിലനിർത്തുവാനും അവർ ശ്രമിക്കും. അതുകൊണ്ട് അവരുടെ ഈ ഒരു എതിർപ്പിനോടും അമർഷത്തോടും വിദ്വേഷത്തോടും പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ പൈതൃകത്തെ വീണ്ടെടുക്കൽ. അതാണ് അഭിപ്രായം.
മുഖ്യമന്ത്രിയും വന്നില്ല, പ്രതിപക്ഷ നേതാവും വന്നില്ല, സാമുദായിക നേതാക്കന്മാരും വന്നില്ല. അപ്പം അത് പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞില്ല എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. മുഖ്യമന്ത്രി വന്നില്ല, പ്രതിപക്ഷ നേതാവ് വന്നില്ല, സാമുദായിക നേതാക്കന്മാർ. പ്രമുഖരായ രണ്ടുപേരുടെ പേരെടുത്ത് പറഞ്ഞാൽ NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരും SNDPയുടെ മുൻപത്തെ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്, ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഈ മഹാമാഗത്തിന് പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ഈ ഉത്സവത്തെ സംബന്ധിച്ചൊരു ആശംസ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉത്സവം കേരളത്തിൽ നടക്കുന്നു എന്നൊരു ഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇവരാരും. അത് സത്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ടത് പരാജയപ്പെട്ടു എന്ന് കേരളീയർ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഏതാണ്ട് 5 മുതൽ 7 ലക്ഷം ആളുകൾ വരെ പങ്കെടുത്ത മഹത്തായൊരു ഉത്സവം ഏതാണ്ട് 10-20 ദിവസങ്ങളോളം നിളയുടെ തീരത്ത് നീണ്ടു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പരാജയമല്ല. പക്ഷേ ഇത് കേരളത്തിലെ ഹൈന്ദവരുടെ ഒരു പരാജയം ഇതിൽ പ്രതിധ്വനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഈ സാമുദായിക നേതാക്കന്മാരുടെയും, അത് സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി നടേശനായാലും, ഇവരുടെ എല്ലാം ഈ മഹാമാഗത്തിന് നേരെയുള്ള അവഗണനയിൽ കേരളത്തിലെ ഹൈന്ദവരുടെ ഒരു പരാജയം പ്രതിഫലിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അത് പ്രതിഫലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയാവട്ടെ പ്രതിപക്ഷ നേതാവാകട്ടെ, കേരളത്തിലെ ഹൈന്ദവർ ഭൂരിപക്ഷം ആണ് എന്ന് പറയപ്പെടുന്ന ഹൈന്ദവർ തിരഞ്ഞെടുത്ത് അവരെ ഭരിക്കുവാനായി നിയമസഭയിലേക്ക് അയച്ച ജനപ്രതിനിധികളാണ്. ഇവർ രണ്ടുപേരും, സാമുദായിക നേതാക്കളിലേക്ക് ഞാൻ വരാം, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു വശത്ത് സമസ്ത പോലുള്ളൊരു സംഘടനയുടെ 100ാം വാർഷികമോ അത്തരത്തിലുള്ള എന്തോ ഒരു യോഗം നടക്കുമ്പോൾ കാന്തപുരം മുസ്ലിയാരെ പോലുള്ളൊരു മത നേതാവിനെ പുകഴ്ത്തുവാനും പ്രശംസിക്കുവാനും അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാനും വേദിയിൽ ഒന്നും തള്ളും നടത്തി മുന്നേറുന്ന കാഴ്ചകൾ കേരള ജനത മുഴുവൻ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തിന് നേരെ പ്രീണന പ്രക്രിയകൾ നടത്തുന്ന ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്തുകൊണ്ട് ഹൈന്ദവരുടെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈന്ദവർ അവരുടെ പൈതൃകങ്ങൾ വീണ്ടെടുക്കുവാൻ നടത്തുന്ന ഇത്തരം ഉത്സവങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ പരാജയം പ്രതിഫലിച്ചു നിൽക്കുന്നത്. ഇനി സമുദായ നേതാക്കളുടെ കാര്യത്തിലേക്ക് വരാം. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ തൽക്കാലം ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ BJP കൊടുത്തു എന്നുള്ള പരിഗണന കൊണ്ടല്ല, പക്ഷേ കാലാകാലങ്ങളിൽ അദ്ദേഹത്താൽ ആകുന്ന വിധം ഹൈന്ദവ സമുദായത്തെ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തെ ഒരു മുൻനിരയിലേക്ക്, ഭരണത്തിൻ്റെയും മറ്റ് സാമൂഹികമായിട്ടുള്ള വേദികളിലുമൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒപ്പം ഹൈന്ദവ ഐക്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്താലാകുന്ന ശ്രമങ്ങളെല്ലാം അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. നായർ മുതൽ നായാടി വരെ എന്നുള്ള ആശയം മന്നത്ത് പത്മനാഭന് ശേഷം വീണ്ടും കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവെന്നുള്ള നിലയിൽ തൽക്കാലം ഞാൻ വെള്ളാപ്പള്ളി നടേശനെ ഒഴിവാക്കുകയാണ്. പക്ഷേ നായർ സംഹാര സമിതി എന്ന് ഇപ്പോൾ നായന്മാർ തന്നെ വിളിക്കുന്ന NSSൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ശ്രീ സുകുമാരൻ നായർ ഇത്തരത്തിലൊരു അവഗണന നടത്തുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നായർ സമുദായമാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് സുകുമാരൻ നായർക്ക് എന്താണ് പദവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശ്രീ ആനന്ദബോസ് പറഞ്ഞ രീതിയിലല്ല, ഞാൻ കൃത്യമായിട്ട് പറയുന്നു, മന്നം സമാധിയുടെ ഗേറ്റിലെ ഒരു കാവൽക്കാരൻ മാത്രമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു മഹാമാഗം നടന്നു എന്നുള്ളതിനെ അവഗണിച്ചാൽ പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം ഒരല്പം വ്യത്യസ്തമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ. പക്ഷേ നായന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, സുകുമാരൻ നായർ ഈ ഒരു ഗേറ്റ് കീപ്പറായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു മന്നം സമാധിയുടെ കാവൽക്കാരനായിട്ട്, ഗേറ്റിലെ കാവൽക്കാരനായിട്ട് എത്ര കാലം തുടരണം എന്നുള്ളത് നായന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാനായിട്ട് നായന്മാർക്ക് കഴിവ് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം NSSൻ്റെ ഒരു പ്രക്രിയകൾ, ഇലക്ഷൻ പ്രക്രിയകളൊക്കെ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ചില സംഭവങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് എന്നറിയുവാൻ ഞാനൊരു വ്യക്തമായ ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം അങ്ങനെ എളുപ്പത്തിലൊന്നും സുകുമാരൻ നായരെ അവിടെ നിന്ന് ഇറക്കി വിടുവാൻ സാധിക്കില്ല. അപ്പോൾ നായന്മാർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏക കാര്യം അദ്ദേഹത്തെ അവിടെ ഒരു ഏകനായ കാവൽക്കാരനായി തുടരുവാൻ അനുവദിക്കുക. നായന്മാരുടെ വഴിയിൽ ഹൈന്ദവ പൈതൃകം വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് ഈ മഹാമാഗത്തിന് കേരളം നൽകിയ ജനപങ്കാളിത്തം പോലുള്ള ഒരു പിന്തുണ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കും പൈതൃകങ്ങളെ വീണ്ടെടുക്കുവാനും നമ്മുടെ സംസ്കാരത്തെ പുനർജീവിപ്പിക്കുവാനും വരും തലമുറയെ ഈ
സംസ്കാരങ്ങളും പൈതൃകങ്ങളും ഒക്കെ അറിയിച്ചും ഒക്കെ വളർത്തിയെടുക്കുവാനുമുള്ള ശ്രമങ്ങൾക്ക് കേരള സമൂഹം എന്ത് പിന്തുണയാണോ മഹാഭാഗത്തിന് നൽകി അതേ പിന്തുണ നൽകി തന്നെ നായർ സമൂഹം മുന്നോട്ട് പോവുക. വെള്ളാപ്പള്ളിക്ക് ചില ആന്തരികമായ പ്രശ്നങ്ങൾ വിട്ടൊഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും ഇത്തരം ശ്രമങ്ങൾക്ക് പങ്കാളിയാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അദ്ദേഹമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനെങ്കിലും തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിൽ പങ്കാളിയാകും, അതിനൊരു സംശയവും വേണ്ട. ഇതാണ് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. അപ്പം എങ്ങനെയാണ് ഏപ്രിൽ 9 മരുമോൻ മുഖ്യമന്ത്രിയാവുമോ അതോ അതിന് മലപ്പുറത്തുനിന്ന് വേറൊരാൾ മുഖ്യമന്ത്രിയാവുമോ? ആ ഒരു കാര്യത്തിൽ മാത്രം ഉത്തരം നൽകുക ബ്രഹ്മാവിന് പോലും സാധ്യമല്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു പ്രബുദ്ധത എന്ന് പറയുന്നത് ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മലയാളിയുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും മറ്റുള്ളവർ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു പ്രബുദ്ധതയാണ്. കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ്, എന്നാലും ഒന്ന് ആവർത്തിക്കാം, ബോറടിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭാരതം ഒന്നാകെ കോൺഗ്രസിനെ തൂത്തുവാരിയെടുത്ത് ചവറ്റുകുട്ടയിലേക്ക് കളഞ്ഞപ്പോഴും 110 സീറ്റ് നൽകി കോൺഗ്രസിനെ വിജയിപ്പിച്ച പ്രബുദ്ധരാണ് മലയാളികൾ. ഇനി പല കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഒരു 10 വർഷത്തിന് ശേഷം മാത്രം മനസ്സിലാക്കുവാനുള്ളൊരു കഴിവും മലയാളിക്ക് മാത്രമുള്ളതാണ്, 10-20 വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ പലപ്പോഴും ഞാൻ പലയിടത്തായിട്ട് ആവർത്തിച്ചൊരു കാര്യമാണ്. അത് മറ്റു വീഡിയോകളിലൊന്ന് കാണുക. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഞാനൊരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. പക്ഷേ മലയാളിയുടെ ഈ ഒരു പ്രബുദ്ധത കാരണം ഇടതും വലതും മാറി മാറി ഒരു പെൻഡുലമായിട്ട് ആടി യാന്ത്രികമായിട്ട്, പറയില്ലേ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമെന്ന് രാജാവിൻ്റെ മകൻ മോഹൻലാൽ പറയുന്നത് പോലെ ഒരു യാന്ത്രികമായിട്ട് മാറി മാറി കുത്തി ശീലിച്ചു പോയ മലയാളി കഴിഞ്ഞൊരു 10 വർഷങ്ങളായി ഒരു മാറ്റം ആ ഒരു ശീലത്തിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതും ഇടതിലേക്ക് തന്നെ 2 കുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരുമോൻ മുഖ്യമന്ത്രിയാകുമോ മലപ്പുറത്ത് നിന്ന് മുഖ്യമന്ത്രി വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം നൽകുക സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഈ മഹാമാഗം പോലുള്ള ഹൈന്ദവ പൈതൃകോത്സവങ്ങൾക്ക് നേരെ ഇവർ നടത്തിയ, അത് പിണറായി വിജയനാകട്ടെ VD സതീശനാവട്ടെ, ഇവർ നടത്തിയ ഒരു അവഗണന, ആ അവഗണന നടത്തുന്ന അവസരത്തിൽ തന്നെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം ഓർത്തുകൊണ്ട് മലയാളി ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് പോയില്ല എങ്കിൽ മരുമകനോ മലപ്പുറമോ മുഖ്യമന്ത്രിയാകട്ടെ, കേരളത്തിലെ ഹൈന്ദവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അനുദിനം കൂടുതൽ കൂടുതൽ പരിതാപകരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് കൂപ്പുകുത്തും. അതിനൊരു സംശയവും വേണ്ട. ഇതാണ് അക്കാര്യത്തിലുള്ള അഭിപ്രായം. വീണ്ടും പറയുന്നു, മലപ്പുറമാണോ മരുമകനാണോ അതോ മരുമകനാണോ മലപ്പുറമാണോ മുഖ്യമന്ത്രി ആകുവാൻ പോകുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയുവാൻ സാധിക്കില്ല. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.